ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ എന്നുള്ളതാണ്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു അല്ലെ? അപ്പൊ എന്തായാലും ഹായ് ഗൈസ്. അപ്പൊ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ആയിട്ട് ഞങ്ങളെ കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ കൂടി ഞാൻ പറയാം, എന്റെ പേര് സുജോത്. എന്റെ പേര് ഐശ്വര്യ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് കുറച്ചധികം പേര് ഇൻസ്റ്റയിലെ റീലൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് കുറച്ച് പേര് ചോദിക്കേണ്ടായിരുന്നു, നിങ്ങളുടെ ലവ് മാരേജ് ആണോ, നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. കൂടുതൽ പേർക്കും അറിയേണ്ടത് ഞങ്ങളുടെ ലവ് മാരേജ് ആണോ എന്നുള്ളതാണ്. ഞങ്ങളുടെ ലവ് മാരേജ് തന്നെയാണ്. അപ്പൊ ഞാനപ്പോ വിചാരിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ ലവ് മാരേജ് എന്നുള്ളത്. ഞങ്ങളെ അറിയാവുന്ന കുറച്ച് പേർക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും അറിയാം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ ഏതൊരു പ്രണയത്തിലും കാണാവുന്ന സന്തോഷവും ദുഃഖമൊക്കെ ഞങ്ങളുടെ കാര്യത്തിലുണ്ട്. കുറച്ച് ട്രാജഡിയും കുറച്ച് നല്ലതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. അപ്പൊ ഞങ്ങളത് നിങ്ങൾക്ക് മുമ്പിൽ എന്തായാലും തുറന്ന് പറയാം എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് ചോദിച്ചതിന്റെ പുറത്ത് തന്നെയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ റീൽസ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളൊരു സംശയം കൂടിയാണ്, നിങ്ങൾ എങ്ങനെ ഇത്ര വൈബായിട്ട് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പേര് ചോദിക്കുന്നത്. പിന്നെ ഈ പിന്നെ ഒരു വീടിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. വേറൊന്നുമല്ല, ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു 2 വീഡിയോസിന് നല്ല രീതിയിൽ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യാറൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ ചെയ്തിരിക്കുന്ന അത് അത്ര വലിയൊരു നെഗറ്റീവ് ആണോ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നോർമലായിട്ടൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അത് കയറിപ്പോയി. പിന്നെ എപ്പോഴാണ് അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്ന തുടങ്ങിയത്. അപ്പൊ അതും പിന്നെ ഞങ്ങളുടെ റീൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആ വീഡിയോസിനുള്ള ക്ലാരിറ്റി നമ്മൾ പറയാതെ ആർക്കും എന്തായാലും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത്. നമ്മള് ആദ്യമായിട്ട് വെറുതെ ടൈം പാസിനാണ് റീൽ ഇട്ട് തുടങ്ങിയത്. ആ റീല് നല്ല റിയാക്ഷൻ കിട്ടിയപ്പോ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് എന്താ ചെയ്തുകൂടെയെന്ന് ഓർത്ത് നമ്മൾ അങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ ഒരു പരിചയമില്ലാത്തവർ നമുക്ക് എല്ലാ വീഡിയോസിനും ലൈക്കും കമന്റ് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മളെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, കുറെ സജഷൻസ് ഒക്കെ തരും. അങ്ങനെ നല്ല കുറെ ഫ്രണ്ട്സിനെ ഇതിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കാം എന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്നവരൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോയിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇനിയിപ്പോ വരുന്ന പാർട്ടിൽ എന്തായാലും ഞങ്ങളുടെ ലവ് സ്റ്റോറിനെ കുറിച്ച് ഞങ്ങൾ പറയാൻ പോവുകയാണ്. വേറൊന്നുമല്ല, അത് ഒറ്റവാക്കി പറഞ്ഞ് ലവ് മാരേജ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ലവ് സ്റ്റോറി അല്ല ഞങ്ങളുടെ. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് ഡീപ്പായിട്ട് തന്നെ പറയാനുണ്ട്. അതെന്തായാലും കുറച്ച് നേരം കൊണ്ട് പറഞ്ഞ് തീരാവുന്ന ഒരു കാര്യം കൂടിയല്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഞങ്ങൾ എന്തായാലും അടുത്ത ദിവസം ഞങ്ങളുടെ ലവ് സ്റ്റോറിയും ഞങ്ങളുടെ ഡേ ലൈഫും അങ്ങനെ ഞങ്ങൾ എന്തായാലും യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ, കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്.